Good evening. ഫങ്ഷൻസ് എന്നുള്ളതിൻ്റെ വീഡിയോ പ്രസൻറ്റേഷൻ്റെ രണ്ടാമത്തെ പാർട്ട് ഞാൻ ആ വീഡിയോ ചെയ്യണം. ആദ്യത്തെ സെക്ഷൻ എല്ലാവരും നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഫങ്ഷൻസ് ആദ്യം പറഞ്ഞു തന്നതിനകത്ത് എന്താണ് ഫങ്ഷൻ എന്നുള്ളതും ഫങ്ഷൻ്റെ 3 സ്റ്റെപ്സിനെ കുറിച്ചും, അതായത് ഫങ്ഷൻ കോളിംഗ്, ഫങ്ഷൻ ഡെഫിനിഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ 3 സെക്ഷൻസ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം ആ ഫംഗ്ഷൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം ഫംഗ്ഷൻസിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക്, ഫംഗ്ഷൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരിക്കുന്ന അതേ പ്രോഗ്രാമിംഗ് തന്നെയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ആഡ് എന്ന് പറഞ്ഞിട്ടും സബ് എന്ന് പറഞ്ഞിട്ടും 2 ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്താ, ലൈബ്രറി ഫംഗ്ഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് എന്ന് പറഞ്ഞിട്ടും സബ് എന്നുണ്ട്, സബ്ട്രാക്ഷൻ 2 ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ വേരിയബിൾ ചെയ്യുന്നത് പോലെ തന്നെ ഇഷ്ടമുള്ളൊരു പേര് നമ്മളിവിടെ സെറ്റ് ചെയ്യാണ്. ദെൻ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ വോയിഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ റിട്ടേൺ ടൈപ്പും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിവിടെ റിട്ടേൺ ടൈപ്പിനകത്ത് വോയിഡ് മാത്രം സെറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് അങ്ങനെ നമുക്കത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. നമ്മളിവിടെ അതേപോലെ തന്നെയാണ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2 ഫംഗ്ഷൻ നമ്മൾ ഡിക്ലറേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ കോളിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് അതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇപ്പം ഞാൻ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഇട്ടാലും ഫംഗ്ഷൻ കോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലും കോഡിങ്ങിനകത്ത് എറർ ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സെയിം തന്നെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒരു ഹോൾ പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫംഗ്ഷൻസ് ആക്കി, അതായത് ഓരോരോ ബ്ലോക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. മോഡുലറൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിനി ഇവിടെ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചു തരണം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ, അതുപോലെ തന്നെ ഫംഗ്ഷൻ കോളിംഗ്, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ ഡെഫിനിഷനും ഫംഗ്ഷൻ കോളിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷനകത്ത് ഇതിനെ കൊടുക്കുന്ന സിൻടാക്സ് ഓൾറെഡി ഞാൻ മുൻപ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സിൻടാക്സ് ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ ടൈപ്പ് അതുപോലെ തന്നെ ഫംഗ്ഷൻ നെയിമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എംപ്റ്റി ആയിട്ടാണ് ഞാനിവിടെ ഫംഗ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പാരാമീറ്റേഴ്സ്, അതായത് ആർഗ്യുമെന്റ്സ് ഒന്നും തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. 0 ആർഗ്യുമെന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഞാൻ അതിനടുത്ത സ്റ്റെപ്പായിട്ട് 1 ആർഗ്യുമെന്റും 2 ആർഗ്യുമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫംഗ്ഷൻ കോളിങ്ങിനകത്ത് നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് ഒന്നും സെറ്റ് ചെയ്തില്ല, ജസ്റ്റ് ആ ഫംഗ്ഷൻ കോൾ ചെയ്തത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് റിട്ടേൺ ടൈപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആഡ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം വെച്ചിട്ടാണ് ഞാൻ ഫംഗ്ഷന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് 3 ടൈപ്പ്. അതായത് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ട 3 കാര്യങ്ങൾ. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളുള്ള ഡിഫറൻസ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ കോളിംഗും നമുക്ക് ടെർമിനേഷൻ ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ ടെർമിനേഷൻ ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷന് നമുക്കൊരു ബോഡി വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ മെയിൻ ഫംഗ്ഷന് ടെർമിനേഷൻ ക്യാരക്ടർ ഇടാറില്ല. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യില്ല, ടെർമിനേഷൻ ക്യാരക്ടർ ഇടില്ല. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റിട്ടേൺ ടൈപ്പിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. വോയിഡ് എന്ന റിട്ടേൺ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിട്ടേൺസ് നത്തിങ്, അതായത് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, റിട്ടേൺ ടൈപ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എ ഫംഗ്ഷൻ മേ റിട്ടേൺ എ വാല്യൂ. ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂഷൻ എൻഡ് ആവുന്ന സമയത്ത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കാം. ഇപ്പം നമ്മൾ ഒരു മെയിൻ ഫംഗ്ഷൻ മാത്രം ചെയ്തിരുന്ന പ്രോഗ്രാമിനകത്താണെന്നുണ്ടെങ്കിൽ വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വോയിഡ് മെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വോയിഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, വോയിഡ് ഇറ്റ് റിട്ടേൺസ് നത്തിങ്, ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. കമ്പൈലർ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും എക്സിക്യൂഷൻ എൻജിൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂവും അവർ തിരിച്ച് ചോദിക്കുന്നില്ല, എക്സിക്യൂഷൻ തിരിച്ചെടുക്കുന്നില്ല. സോ വോയിഡ് യൂസ് ചെയ്യുന്നതിനുള്ള പർപ്പസ് അത്ര മാത്രമേ ഉള്ളൂ, ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, ദ റിട്ടേൺ ടൈപ്പ് ഈസ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദ വാല്യൂ the function returns.
അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഏതായിരിക്കണം. അതായത് ഇപ്പൊ ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് എന്നായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണോ നമ്മൾ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ, ആ വാല്യൂ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുന്നുണ്ടാവുക, റിട്ടേൺ ടൈപ്പ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് എൻഡ് ആവുന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ ആയിട്ട് സെറ്റ് ചെയ്യും. ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടാവും. Some function perform the desired operations without returning a value. Functions values return ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമ്മൾ വോയിഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. വോയിഡ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. ഇൻ ദിസ് കേസ് ദ റിട്ടേൺ ടൈപ്പ് ഈസ് ദ കീവേഡ് വോയിഡ്. ഓക്കെ, അതായത് വോയിഡ് എന്നുള്ള ഫംഗ്ഷൻ വോയിഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ഇൻറ്റീജർ ആയിട്ടാണ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. ദെൻ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവും, ഒരു ഫ്ലോട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. ദെൻ അതിനെക്കുറിച്ചുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ ഓക്കെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നോക്കി, ഇവിടെ നമ്മൾ രണ്ട് ഹെഡർ ഫയൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. stdio.h അതുപോലെ തന്നെ conio.h conio.h. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആഡ് എന്ന് വേണ്ട. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഞാനിവിടെ വോയിഡ് ആയിരുന്നു കഴിഞ്ഞ പ്രോഗ്രാമിൽ, കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വോയിഡ് വേണ്ടായിരുന്നു. വോയിഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് റിട്ടേൺസ് നത്തിങ് എന്നാണ് കൺസെപ്റ്റ്. ഇൻറ്റീജർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു വാല്യൂ, ഒരു റിട്ടേൺ വാല്യൂ ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കും. വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ഇൻറ്റീജർ വാല്യൂ ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഏത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക, ആഡ് എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇൻറ്റീജർ എ ബി സി എന്നുള്ളത് എയും ബിയും സിയും ഗ്ലോബൽ ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വോയിഡ് മെയിൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മെയിൻ ഫംഗ്ഷൻ ഞാൻ വോയിഡ് ആയിട്ടാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് റിട്ടേൺസ് നത്തിങ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ ഇൻറ്റീജർ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ ജനറേറ്റ് ചെയ്തു, റിസൾട്ട് എന്നുകൊണ്ടുള്ള ഒരു വേരിയബിൾ. അതിനുശേഷം ക്ലിയർ സ്ക്രീൻ എന്നുള്ള ഫംഗ്ഷൻ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈബ്രറി ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്തു. അതിനുശേഷം ഇവിടെ ശ്രദ്ധിച്ചോളൂ, റിസൾട്ട് ഈക്വൽ ടു ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്ത്, ആക്ച്വലി ഫംഗ്ഷൻ കോളിംഗ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അഡീഷൻ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു %d ഒരു ഡെസിമൽ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വരുന്നുണ്ട്. അത് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം വീണ്ടും ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിനുശേഷം ഗെറ്റ് ch. ദെൻ താഴോട്ട് നോക്കിക്കോളൂ, ഇൻറ്റീജർ ആഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫംഗ്ഷൻ ഡെഫിനേഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതിനകത്ത് എയുടെ വാല്യൂ 20യും ബിയുടെ വാല്യൂ 30യും ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. c is equal to a plus b എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ റിട്ടേൺ c എന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ എക്സിക്യൂഷനിലേക്ക് ജസ്റ്റ് മൂവ് ചെയ്യാം. ഓക്കെ, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിഡ് മെയിൻ, അതായത് മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ലൈൻ ഓഫ് എക്സിക്യൂഷൻ നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്നുണ്ടാവും. അതിനുശേഷം ഇൻറ്റീജർ റിസൾട്ട് എന്ന് പറഞ്ഞു, സിൻടാക്സ് കറക്റ്റ് ആണ്, ടെർമിനേഷൻ ലെറ്റർ സിൻടാക്സ് എല്ലാം കറക്റ്റ് ആണ്. ഇൻറ്റീജർ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം ക്ലിയർ സ്ക്രീൻ CLR SCR എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ചെയ്തു, ഔട്ട്പുട്ട് വിൻഡോ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്ന സമയത്ത് റിസൾട്ട് ഈക്വൽ ടു ആഡ് എന്നുള്ളതിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഫംഗ്ഷൻ കോളിംഗ് ആണ് ആക്ച്വലി നടക്കുന്നത്, ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോളിംഗ് കണ്ടു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ അവിടുന്ന് നേരെ താഴോട്ട് പോയിട്ട് എക്സിക്യൂഷൻ എങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും, ആഡ് എന്നുള്ള ഫംഗ്ഷന്റെ ഡെഫിനിഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. ആഡ് എന്ന കോളിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ആഡ് എന്നുള്ള ഫംഗ്ഷന്റെ ബോഡി എവിടെയാണോ എഴുതി വെച്ചിരിക്കുന്നത് ആ ബോഡിയിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അതിനുശേഷം എക്സിക്യൂഷൻ നെക്സ്റ്റ് ലൈനിലേക്ക് കയറുന്നുണ്ടാവും. a is equal to 20, b is equal to 30. എയും ബിയും ആരാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എയും ബിയും ഇൻറ്റീജർ വാല്യൂസ് ആണെന്നുള്ള കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം c is equal to a plus b, എയും ബിയും കൂടെ ആഡ് ചെയ്തു, 20യും 30യും കൂടെ ആഡ് ചെയ്തു. 50 എന്നുള്ളത് ഏതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, c എന്നുള്ളതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം റിട്ടേൺ ചെയ്യുന്നുണ്ട് c എന്നുള്ള വാല്യൂ, വിച്ച് മീൻസ് 50. 50 എന്നുള്ള വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. റിട്ടേൺ ചെയ്യുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ എനിക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം, ഇൻറ്റീജർ ഫംഗ്ഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ.
സോ ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോഴാണ് എക്സിക്യൂഷൻ ഇങ്ങോട്ട് വന്നത്. ദെൻ അതിനുശേഷം ഇവിടുത്തെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ തിരിച്ചു കൊണ്ടുപോകാനുള്ള വാല്യൂ ആണ് ഈ സി എന്നുള്ള വാല്യൂ. സിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന 50 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യാൻ പോകണം, റിട്ടേൺ ചെയ്യാൻ പോവാണ്. ഇത് 50 എന്നുള്ളത് ഇൻറ്റീജർ വാല്യൂ ആണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാനിവിടെ ഓൾറെഡി ഇൻറ്റീജർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഇപ്പോഴും ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ ഇൻറ്റീജർ എന്ന് ഓൾറെഡി റിട്ടേൺ ടൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ ആ 50 എന്നുള്ള വാല്യൂ നേരെ മൂവ് ചെയ്ത് പോകുന്നത് ഇവിടെ നിന്നാണ് എക്സിക്യൂഷൻ കോൾ ആയത്. എക്സിക്യൂഷൻ ലൈൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത് ഇവിടെ വെച്ചിട്ടാണ്. എപ്പോഴാണോ ഫംഗ്ഷൻ കോൾ ആയത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ദെൻ ഇതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതും ആ കോളിലേക്ക് വന്ന എക്സിക്യൂഷൻ തിരിച്ച് അങ്ങോട്ട് തന്നെ റിട്ടേൺ ആവുന്നുണ്ടാവും. ഓക്കെ, ദെൻ ആഡ് എന്ന് കോൾ ചെയ്ത സ്ഥലത്ത് തിരിച്ച് ഇതിന്റെ റിട്ടേൺ വാല്യൂ എന്ത് വരുന്നുണ്ടാവും, 50 എന്ന് വരുന്നുണ്ടാവും. സിയുടെ വാല്യൂ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അത് ആഡ് എന്നുള്ള അവിടെ വിളിച്ച അവിടേക്ക് തിരിച്ച് കറക്റ്റ് ആയിട്ട് അവിടെ എത്തുന്നുണ്ടാവും. 50 എന്നുള്ള വാല്യൂ വരും. ആ 50 വാല്യൂ നമ്മൾ ഏതിലേക്ക് സ്റ്റോർ ചെയ്യണം, റിസൾട്ട് ഈക്വൽ ടു ആഡ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചതുകൊണ്ട് ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടിയ വാല്യൂ സി എന്നുള്ള വാല്യൂ, സിക്കകത്ത് 50 എന്നുള്ള വാല്യൂ ആണുള്ളത്. ആ 50 എന്നുള്ള വാല്യൂ റിസൾട്ടിനകത്തേക്ക് സ്റ്റോർ ചെയ്യണം. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റീജർ വാല്യൂവിനകത്ത്, ഇൻറ്റീജർ വേരിയബിളിനകത്ത് വാല്യൂ ആയിട്ട് 50 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ദെൻ അടുത്ത ലൈനിലേക്ക് എക്സിക്യൂഷൻ മൂവ് ചെയ്യും. പ്രിന്റ് ചെയ്യാൻ പോകുന്നത് അഡീഷണൽ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആവും. ഒപ്പം തന്നെ പെർസെൻറ്റേജ് ഡി ആയതുകൊണ്ട് കമ്പൈലർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിന്റെ കൂടെ വെച്ചിരിക്കുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂസ് എടുത്തിട്ടായിരിക്കും ഡിയിലേക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് റിസൾട്ടിനകത്ത് എന്ത് വാല്യൂ ആണുള്ളത് അതായിരിക്കും പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ അതിനുശേഷം വിച്ച് മീൻസ് നമുക്കിവിടെ റിസൾട്ട് എന്നാണുള്ളത്, റിസൾട്ടിനകത്ത് ഏത് വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, 50 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അഡീഷണൽ റിസൾട്ട് ഈസ് 50 എന്നുള്ളത് നമുക്ക് ഇവിടെ പ്രിന്റ് ആവും. എക്സിക്യൂഷൻ അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്യും. എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് എന്നും പ്രിന്റ് ആവും. അതോടുകൂടി നമ്മുടെ എക്സിക്യൂഷൻ ഇവിടെ കൊണ്ട് ടെർമിനേറ്റ് ആവും. ഈ ഫംഗ്ഷൻ എൻഡ് ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യാനില്ല. അതുകൊണ്ടാണ് വോയിഡ് വെച്ചിരിക്കുകയും നമുക്ക് ഇതിനകത്ത് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യാനില്ല. ഓക്കെ, നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പൈൽ, വാല്യൂ 0 ആണ്, സോറി എറേഴ്സ് ഒന്നും തന്നെ ഇല്ല, എറേഴ്സ് എല്ലാം 0 ആണ്, വാർണിംഗ്സും 0 തന്നെയാണ്. then അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ദ അഡീഷണൽ റിസൾട്ട് ഈസ് 50 എന്നും പ്രിന്റ് ആവും, എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് എന്നും പ്രിന്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തി നോക്കാം. അതായത് വോയിഡ് മെയിൻ എന്ന് കൊണ്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാനത് ഇൻറ്റീജർ മെയിൻ ആക്കി മാറ്റാം. ഓക്കെ, ഇൻറ്റീജർ മെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്യാനുള്ളത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണെന്നുള്ള കാര്യം പറയാം. അതായത് മെയിൻ ഫംഗ്ഷൻ എന്നുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ട് എപ്പോഴാണോ എൻഡ് ആവുന്നത്, എൻഡ് ആവുന്ന സമയത്ത് എന്ത് വേണം, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് എന്ത് വാല്യൂ ആയിരിക്കണം, ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണം. നമ്മൾ ഇൻറ്റീജർ വാല്യൂ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യാതെ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വാർണിംഗ് അവൈലബിൾ ആണ്. വാർണിംഗ് എന്താണ് നോക്കുന്ന സമയത്ത് ഫംഗ്ഷൻ ഷുഡ് നീഡ് എ റിട്ടേൺ വാല്യൂ. അതായത് മെയിൻ ഫംഗ്ഷൻ ഇൻറ്റീജർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ഫംഗ്ഷന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇൻറ്റീജർ മെയിൻ കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു ഡിഫറൻസ്. വോയിഡ് മെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. പക്ഷെ ഇൻറ്റീജർ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ, ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. ആഡ് എന്നുള്ള ഫംഗ്ഷൻ വെക്കുന്ന സമയത്ത് ഞാനിവിടെ ഇൻറ്റീജർ എന്ന് സെറ്റ് ചെയ്യാൻ കാരണം ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. സോ ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ INT ഇൻറ്റ് എന്നുള്ളത് വെച്ചു. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റീജർ വാല്യൂ ഈ ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, വാർണിംഗ് ഷുഡ് ബി അവോയ്ഡഡ്. വാർണിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കി കളയാം, ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന സമയത്ത് വാർണിംഗ് പോലും ഇല്ലാതെ ക്ലിയർ ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ റിട്ടേൺ 0 എന്ന് ആഡ് ചെയ്യാം. റിട്ടേൺ 0 എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്തു. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്ത് നോക്കുന്ന സമയത്ത് എറേഴ്സ് എല്ലാം തന്നെ 0 ആണ്, വാർണിംഗ്സും 0 തന്നെയാണ്. ഓക്കെ, കൺസെപ്റ്റ് എത്രയേ ഉള്ളൂ. ഇൻറ്റീജർ ആയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം, അതിന്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് റിട്ടേൺ ആൻ ഇൻറ്റീജർ വാല്യൂ. എനിക്കിവിടെ ഒരു വാല്യൂസ് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യാനില്ല ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത്. സോ ഞാൻ ജസ്റ്റ് ഒരു റിട്ടേൺ 0 എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 0 പുറത്തേക്ക് റിട്ടേൺ ചെയ്യണം. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല കമ്പൈലറിന്. എന്നിരുന്നാലും റിട്ടേൺ 0 എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ കമ്പൈലർ സിൻടാക്സ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാ വാർണിംഗ്സും അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. ഫംഗ്ഷന്റെ റിട്ടേൺ വാല്യൂസ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അത് കൂടാണ്ട് നമുക്ക് ഇന്നലെ ചെയ്തതുപോലെ തന്നെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ സബ്ട്രാക്ഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്യാം. ആ ഫംഗ്ഷൻ ഇൻറ്റീജർ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, വോയിഡ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ല ഫ്ലോട്ട് ആയിട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള റിട്ടേൺ ടൈപ്പ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള റിട്ടേൺ ചെയ്യുന്നത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം.
ഒരു പ്രോഗ്രാമിനകത്ത് പലതരം ഫങ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ അത് ഇൻറ്റീജർ ഫങ്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഫങ്ഷൻസ് ആയിരിക്കാം, വാട്ടെവർ. റിട്ടേൺ ടൈപ്പ് ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും ആയി മാറാൻ പറ്റും. ഓക്കെ, സോ റിട്ടേൺ ടൈപ്പ് എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഫംഗ്ഷനകത്ത് പഠിക്കാനുള്ള ഒരു കാര്യം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു തരുന്നത് പോലെ തന്നെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് ആഡ് എന്ന് വേണ്ടി ഡിക്ലെയർ ചെയ്തു, ഫംഗ്ഷൻ നെയിം, അതുപോലെ തന്നെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ ആയിട്ട് റിട്ടേൺ ചെയ്തു. കാരണം ഓൾറെഡി നമ്മൾ കമ്പൈലറുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അഡ്വാൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫംഗ്ഷൻ കോളിങ്ങിനകത്ത് നമ്മളിതിന് മുൻപത്തെ പ്രോഗ്രാമിനകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ആഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ നമ്മളിവിടെ ആഡ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്ന സമയത്ത് ഈ ആഡ് എന്നുള്ള കോൾ പോണത് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്കാണ്. ആ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകുന്ന സമയത്ത് എയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 30 എന്ന് പറഞ്ഞ് ഈ ആഡ് എന്നുള്ള ഫംഗ്ഷനകത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, സിയിൽ സ്റ്റോർ ആയിരിക്കുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. ആ വാല്യൂവും കൊണ്ടാണ് തിരിച്ചു വരുന്നുണ്ടാവുക. ഓക്കെ, സോ ആ വാല്യൂ ഇതിലിവിടെ തിരിച്ച് കിട്ടുന്നുണ്ട്. ആ വാല്യൂനാണ് ഞാൻ ഏതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്? റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ പർപ്പസ് ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ ഫംഗ്ഷൻ ഡിക്ലറേഷനിലും ഫംഗ്ഷൻ ഡെഫിനിഷനിലും ഞാൻ ഇതിന്റെ റിട്ടേൺ ടൈപ്പ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ കോളിംഗ് ആസ് യൂഷ്വൽ പോലെ തന്നെയാണ്, നമുക്ക് അവിടെ ഒരു മാറ്റവും വരുന്നില്ല. റിട്ടേൺ വാല്യൂ വരുന്നത് കൊണ്ട് മാത്രം ഞാനൊരു വേരിയബിളിലേക്ക് ജസ്റ്റ് അസൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളിവിടെ രണ്ട് ടൈപ്പ് പ്രോഗ്രാം നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പാരാമീറ്റർ, അതായത് ആർഗ്യുമെന്റ്സ് ഒന്നും തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ആർഗ്യുമെന്റ്സ് ഇല്ല, അതായത് റിട്ടേൺ ടൈപ്പും ഇല്ല, ആർഗ്യുമെന്റ്സും ഇല്ലാത്ത പ്രോഗ്രാം നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ റിട്ടേൺ ടൈപ്പ് ഉള്ളതും ആർഗ്യുമെന്റ്സ് ഇല്ലാത്തതുമായിട്ടുള്ള പ്രോഗ്രാം നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് റിട്ടേൺ ടൈപ്പ് ഉള്ളതും അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സ് ഉള്ളതുമായിട്ടുള്ളത് നോക്കാനുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തതും ആർഗ്യുമെന്റ്സ് ഉള്ളതുമായിട്ടുള്ളത് നോക്കാനുണ്ട്. 4 ടൈപ്പാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ സെക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ദെൻ ബാക്കി 2 കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.